നമസ്കാരം, ഇത് ഐബിഎൻ മലയാളം. ഈ അവധിക്കാലത്ത് 2 മുതൽ 8 വയസ്സ് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ്. കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ 8 മുതൽ ആരംഭിക്കുന്നു. എമ്പുരാൻ സിനിമ പിന്നെയും സെൻസർ ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിനിമയ്ക്ക് ഇതാ 17 കട്ടുകളാണ് പുതുതായി വന്നിരിക്കുന്നത്. സെൻസർ ബോർഡ് നിർദ്ദേശപ്രകാരം ദേശീയ പതാകയെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സീൻ ഉണ്ടായിരുന്നു, അത് മാറ്റി. ആ വ്യാഖ്യാനം എന്തായിരുന്നു? ഒരു സ്ത്രീക്കെതിരെയുള്ള വയലൻസ്, അവരുടെ തല ആവർത്തിച്ച് ഭിത്തിയിലിടിക്കുന്ന സീൻ, അതും വെട്ടി. ഇനി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന സീൻ പാതിയായി വെട്ടാനും നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ ഇതൊക്കെ വെട്ടിയതിന്റെ ബാക്കിയാണോ ഈ മുഴുനീളം കാണിക്കുന്നത്? വെട്ടാത്തതാണെങ്കിലോ താനെ പൊട്ടിമുളയ്ക്കുന്ന കലാപം, ഡാമിന് ബോംബ് വെക്കുക തുടങ്ങിയ കലാരൂപങ്ങളെ ഐഡിയയൊക്കെയാണ്. ഇത്രയൊക്കെ ആയിട്ടും സെൻസർ ബോർഡിലെ പ്രഗത്ഭർക്ക് ഈ സിനിമയുടെ പിന്നിലെ രാഷ്ട്രീയ വിരുദ്ധത വെളിപ്പെട്ടില്ലെന്ന് ആലോചിക്കുമ്പോൾ എന്ത് തരം ആകാശച്ചുഴിയാണ് സോറോസിന്റെ ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഒഴുക്കിയതെന്ന് അത്ഭുതമാണ്. എമ്പുരാൻ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകാതെ UA സർട്ടിഫിക്കറ്റ് നൽകിയതും ഗോദ്രയിൽ വെന്തുമരിച്ച 16 ദിവസം പ്രായമായ കുഞ്ഞടക്കമുള്ള കർസേവക കുടുംബത്തിന്റെ കൂട്ടക്കുരുതി നടത്തിയവരെ വെള്ളപൂശുന്നതിനും ചുക്കാൻ പിടിച്ചതിൽ സെൻസർ ബോർഡും ഉത്തരവാദികളാണ്. ഇനി ആരെല്ലാമാണ് ആ സിനിമ സെൻസർ ചെയ്ത പാനലിൽ ഉണ്ടായിരുന്നത് എന്ന് നോക്കാം. ജന്മഭൂമിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന ഹരി എസ് കർത്തയുടെ ഭാര്യ സ്വരൂപ കർത്ത, BJP മുൻ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി സനീഷിന്റെ ഭാര്യ റോഷ്നി ദാസ്, മുൻ ABVP സെക്രട്ടറി ആയിരുന്ന GM മഹേഷ്, മഞ്ജു ഹസൻ, അതായത് ഇവർ ഇത്രയും BJP നേതാക്കൾ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, നദീം തുഫൈൽ. അതാരാണെന്ന് അറിയത്തില്ല. ഇത്രയും BJP നേതാക്കൾ ഉണ്ടായിട്ടാണോ ഇങ്ങനെ രാഷ്ട്രീയ വിരുദ്ധ കാര്യങ്ങൾ സിനിമയിൽ ഉൾക്കൊള്ളിച്ചത്? അതോ നദീം തുഫൈൽ കട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഉറങ്ങിയതാവുമോ? നിങ്ങൾ ശരിക്കും എന്തിനാണ് ഇങ്ങനെ അവിടെ കയറിയിരുന്ന് പണം വാങ്ങുന്നത്? ഇനി ഇവർ സിനിമ കണ്ടിട്ട് തന്നെയാണോ സെൻസർ സർട്ടിഫിക്കറ്റിൽ കണ്ടുവെന്ന് പറഞ്ഞ് ഒപ്പിട്ടതെന്ന് അവർ തന്നെയാണ് പറയേണ്ടതും. സിനിമ കാണാൻ വരാതെ പിന്നെ വന്ന് സൈൻ ചെയ്തു പോയി പൈസ വാങ്ങുന്നവരും ഉണ്ടത്രേ എന്നാണ് അറിഞ്ഞത്. എന്താണേലും ഇതൊരു വല്ലാത്ത കട്ടിങ് ആയിപ്പോയി. ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം.